രാമൻ്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടി വസിഷ്ഠ മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. രാമൻ്റെ ചോദ്യം, ഒരേ ആളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, സംവിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, സംവിത്ത് എന്നല്ലേ? അതെ, സംവിത്ത് എന്ന പേരോട് കൂടിയ ആ ചക്രവർത്തിയാണ് 4 രൂപങ്ങളായി മാറിയത്. അവരോരോരുത്തരും ഓരോ ദിശയിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ ഒരേ ആളാണ്, ഒരേ പ്രാണനാണ്, ഒരേ മനസ്സാണ്, ഒരേ ജീവഭാവമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ 4 പേരും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നേടിയത് എങ്ങനെ? ശരീരം മാത്രമല്ലേ 4 ആളൊന്നാണല്ലോ, 4 രൂപങ്ങളിൽ പ്രകടമായി. ഇതെങ്ങനെ സാധ്യമായി എന്നുള്ള രാമൻ്റെ ചോദ്യത്തിനാണ് വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നത്. നമുക്ക് 5-ാമത്തെ ശ്ലോകം മുതൽ വായിച്ചു തുടങ്ങാം. തേന യസ്യ യദാ യദ്യത് പുരോ ഭവതി വസ്ത്വസൗ യദർത്ഥം യുജ്യതേ തേന ചിദ്ഘനൈക സ്വഭാവതഃ. ഈ ബോധത്തിലുള്ള ഒരു നിയമം, ബോധത്തിൽ എന്ത് സങ്കല്പങ്ങളിലൂടെ ഉള്ളതുപോലെ തോന്നുന്നുവോ, ബോധത്തിൽ സങ്കല്പം ഉണ്ടാക്കുന്നതാണ് പ്രപഞ്ചം. സങ്കല്പം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. സങ്കല്പം തന്നെ ഭ്രമമാണ്. ആ സങ്കല്പഭ്രമം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയോ അല്ലെങ്കിൽ മിഥ്യാ അനുഭവമോ മാത്രമാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോധത്തിലെ ഒരു നിയമം പറയുകയാണ്, തേന യസ്യ യഥാ യദ്യത് പുരോ ഭവതി വസ്തുവസൗ. ഈ ബോധത്തിൽ എന്തെന്ത് ഉള്ളതുപോലെ മനസ്സ് തോന്നിക്കുന്നുവോ, യഥർത്ഥം യുജ്യതേ തേന ചിദ്ഘനൈക സ്വഭാവതഃ, അതാതിനെ ഈ ബോധം ഉള്ളതാക്കി തീർക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബോധം വാസ്തവത്തിൽ ഉള്ളതാണ്, സദ്വസ്തുവാണ്, സത്യമാണ്, ഉണ്മയാണ് അതിൻ്റെ സ്വരൂപം. ആ ഉണ്മയിൽ മനസ്സ് സങ്കല്പങ്ങളെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കല്പ രൂപത്തിൽ ബോധത്തിൽ മനസ്സ് പ്രകടമാകുമ്പോൾ അതിനെ ഉള്ളതുപോലെ തോന്നിക്കും. എന്ത്? ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. അത് ബോധത്തിൻ്റെ ഒരു സവിശേഷതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവമോ ആണ്. ഇപ്പോൾ ഒരേ മനസ്സല്ലേ ഉള്ളൂ, 4 വ്യത്യസ്ത അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നാണ് രാമൻ ചോദിച്ചത്. അതയേവ അധ്യസ്ഥ ഭോഗ്യ ജഗദാകാരം ബ്രഹ്മ വിഷയേന്ദ്രിയ സംയോഗേ ബുദ്ധ്യവച്ഛിന്ന ജീവചിതി പ്രിയാപ്രിയ വിഷയഭോഗാകാരേണ പ്രതിബിംബതീത്യാഹ. അധ്യസ്ഥ ഭോഗ്യ ജഗദാകാരം. അധ്യസ്ഥം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തത്, ഉള്ളതുപോലെ തോന്നുന്നത്, ഭ്രമം, മിഥ്യ എന്നർത്ഥം. ബ്രഹ്മത്തിൽ അധ്യാരോപം ചെയ്യപ്പെട്ടതാണ് ജഗത്ത്. ആ ജഗത്തായി കാണപ്പെടുന്നത് വാസ്തവത്തിൽ ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ സങ്കല്പം പ്രപഞ്ചം എന്ന പോലെയാക്കി തീർക്കുന്നു. ജീവന് പ്രപഞ്ചം എന്ന പോലെ അനുഭവം ഉണ്ടെങ്കിലും വാസ്തവത്തിൽ അനുഭവപ്പെടുന്നത് ചിത്താണ്. കയറെങ്ങനെയാണോ കയറ് എന്നുള്ള ഭാവത്തെ കൈവിടാതെ തന്നെ പാമ്പായി കാണപ്പെടുന്നത്, അതുപോലെ അതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. മിഥ്യ, മായ, ഭ്രമം എന്നൊക്കെ പറഞ്ഞാൽ അധിഷ്ഠാന വസ്തുവിന് ഒരു മാറ്റവും സംഭവിക്കാതെ അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നു. അത് കാണുന്നവൻ്റെ ദൃഷ്ടിദോഷമാണ്. ജീവന്മാർക്കാണ് ജഗത്തിൻ്റെ അനുഭവം. ഈശ്വരനില്ല, ജഡപദാർത്ഥങ്ങൾക്കും ജഗത്തിൻ്റെ അനുഭവമില്ല, പരമാത്മാവിനും ജഗതനുഭവമില്ല. ജീവൻ മാത്രമേ ജഗത്തിനെ അനുഭവിക്കുന്നുള്ളൂ. അപ്പോൾ അധ്യാസ രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. അത് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്. വിഷയേന്ദ്രിയ സംയോഗേ, ബാഹ്യവിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള സമ്പർക്കം ഉണ്ടാകുമ്പോൾ, ഇവ തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി അഭിമുഖമായി തീരുമ്പോൾ ബുദ്ധ്യവച്ഛിന്ന ജീവചിതി,
ബുദ്ധി കൊണ്ട് പരിമിതമായി തീർന്നിരിക്കുന്ന ജീവചൈതന്യത്തിൽ, ഈ ജീവചൈതന്യം വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മമാണ് ജീവനായി പ്രകടമാകുന്നത്. പക്ഷേ ബ്രഹ്മത്തിൻ്റെ അനന്തമായ സ്ഥിതി ജീവചൈതന്യത്തിനില്ല. കാരണം ബുദ്ധിയാകുന്ന ഉപാധി കൊണ്ട് അത് പരിമിതമായിരിക്കുന്നു. ബ്രഹ്മത്തിന് ബുദ്ധി എന്നുള്ള ഉപാധിയില്ല. ഉപാധിരഹിത ചൈതന്യമാണ് ബ്രഹ്മം, ഉപാധി സഹിത ചൈതന്യമാണ് ജീവൻ. ഉപാധിയോടുകൂടി, അതായത് ബുദ്ധി എന്ന മാധ്യമത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ചിത്ത് പ്രതിഫലിക്കുമ്പോൾ ഞാൻ എന്ന ഭാവം ഉള്ളതുപോലെ തോന്നുന്നു. അതിനെയാണ് ജീവചൈതന്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ബുദ്ധ്യവച്ഛിന്നമായ ജീവചൈതന്യത്തിൽ പ്രിയാപ്രിയ വിഷയ ഭോഗാകാരേണ പ്രതിബിംബതി. ബ്രഹ്മം തന്നെ പരിമിത ചൈതന്യമായ ജീവനിൽ അല്ലെങ്കിൽ ജീവൻ്റെ ഉപാധിയായ ബുദ്ധിയിൽ പ്രിയം അപ്രിയം എന്ന രണ്ട് ഭാവങ്ങളെ ഉളവാക്കിക്കൊണ്ട് ബാഹ്യ ജഗത്തായി അല്ലെങ്കിൽ വിഷയഭോഗങ്ങളായി പ്രതിബിംബിക്കുന്നു. ഏതിലാണ് പ്രതിബിംബിക്കുന്നത്? ബുദ്ധിയാകുന്ന ഉപാധിയിൽ. ആ ബുദ്ധിയുമായി ചേർന്ന് നിൽക്കുന്ന പരിമിത ചൈതന്യമാണ് ജീവൻ. ഏതാണ് പ്രതിബിംബിക്കുന്നത്? സർവവ്യാപകമായ ബ്രഹ്മം. സർവവ്യാപകമായ ബ്രഹ്മം പരിമിതമായ ബുദ്ധിയാകുന്ന ഉപാധിയിൽ ജീവനിലൂടെ കാണപ്പെടുമ്പോൾ അതിന് പ്രപഞ്ചം എന്നു പേര്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്, അനുഭവിക്കുന്ന നമ്മളും ബ്രഹ്മം തന്നെയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ബ്രഹ്മജ്ഞാനം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ ഉപാധി കൊണ്ട് നമ്മൾ പരിമിതരാണ് എന്ന ഒരു ഭാവം ഉണ്ടായിരിക്കുന്നു. ആ പരിമിതി ഉപാധി ജനിപ്പിക്കുന്നതാണ്. ബുദ്ധി പരിമിതമാണ്. ഈശ്വരന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചാൽ, അനന്തമായ ബുദ്ധിയുടെ ഉടമയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ്റെ അറിവ് ജീവന്മാരുടെ അറിവ് പോലെ പരിമിതമല്ല, അനന്തമായ അറിവ്. അതുകൊണ്ടാണ് ഈശ്വരനെ സർവജ്ഞൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അറിയാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം അറിയുന്നു, എപ്പോഴും അറിയുന്നു. എല്ലാം അറിയണമെങ്കിൽ എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഒരു തത്വമായിരിക്കണം. പക്ഷേ ആ ഈശ്വരന് പ്രത്യേകം ലോകങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിച്ച്, വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു, കൈലാസത്തിൽ പരമേശ്വരൻ, ബ്രഹ്മലോകത്തിൽ ബ്രഹ്മാവ്, ഇങ്ങനെ ഈ അനന്തമായ ഈശ്വരനെ പോലും ഓരോരോ ലോകങ്ങളിൽ വസിക്കുന്നവരായി നമ്മൾ പരിമിതരാക്കി തീർത്തിരിക്കുന്നു. എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരന് എന്തിനാണ് ഒരു അമ്പലം, ക്ഷേത്രം? അങ്ങനെ കണ്ടാൽ പോരെ. പക്ഷെ അങ്ങനെ കാണാൻ ജീവന്മാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടെന്താ, ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പ്രത്യേക ഒരു കെട്ടിടമൊക്കെ എഴുതിയത്, അവിടെ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ച് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് അതിൽ തന്ത്രി ചൈതന്യത്തെ ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാക്കി തീർക്കുന്നു. വിഗ്രഹത്തിന് പൊതുവേ ചൈതന്യം ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ദൈവത്തിൻ്റെ പടത്തിനും അമ്പലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ വിഗ്രഹത്തിലും, അത് ശിലയാകട്ടെ ലോഹനിർമ്മിതമാകട്ടെ മരം കൊണ്ടോ അതുപോലെയുള്ള വസ്തുക്കൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടതായിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ബിംബങ്ങളിൽ ചൈതന്യമില്ല. ആരാണ് ഈ ബിംബങ്ങളിൽ ചൈതന്യത്തെ നിറയ്ക്കുന്നത്? അമ്പലങ്ങളാണെങ്കിൽ തന്ത്രിയാണ് ആ വിഗ്രഹത്തിൽ ചൈതന്യത്തെ നിറയ്ക്കുന്നത്. വിഗ്രഹത്തിന് ചൈതന്യം നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്നവൻ. ബിംബങ്ങളുടെ അച്ഛനാണ് തന്ത്രി. ബിംബത്തിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആ ചൈതന്യത്തെ തന്ത്രിയാണ് അതിൽ ആവേശിപ്പിക്കുന്നത് മന്ത്രതന്ത്രങ്ങളിലൂടെ. അതുകൊണ്ട് ഒരച്ഛൻ്റെ സ്ഥാനമാണ് തന്ത്രിക്കുള്ളത്. അതുകൊണ്ടാണ് തന്ത്രികൾക്ക് നമ്മൾ ഒരു അമ്പലത്തിൽ, ആ അമ്പലത്തിലെ തന്ത്രിയാണ് ആരാണ്?
ശബരിമല തന്ത്രി ആരാണ്, അല്ലെങ്കിൽ മേൽശാന്തി ആരാണ്, അങ്ങനെയൊക്കെ ഈ തന്ത്രിക്ക് പ്രാധാന്യം വരുന്നത് അദ്ദേഹമാണ് അതിൽ ജീവചൈതന്യത്തെ നിറയ്ക്കുന്നത്. ഈ ജീവചൈതന്യം എവിടെ നിന്നാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ. ഈ വിഗ്രഹത്തിൽ ചൈതന്യത്തെ നിറയ്ക്കുന്നത് ആ തന്ത്രി തൻ്റെ തന്നെ ഹൃദയത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തെ പ്രാണനെ ഉണർത്തി ആ പ്രാണനാകുന്ന മാധ്യമത്തിലൂടെ പുറമേയുള്ള വിഗ്രഹത്തിൽ നിറയ്ക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ തന്ത്രിയുടെ ഉള്ളിൽ ഹൃദയത്തിലുള്ള ചൈതന്യമാണ്. ആ ഉള്ള ചൈതന്യത്തെ മാത്രമേ ബാഹ്യമായ ഒന്നിൽ ആവേശിപ്പിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സന്നിവേശിപ്പിക്കാൻ പറ്റൂ. ചൈതന്യത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഉള്ളതിനെ മറ്റൊന്നിൽ പ്രസരിപ്പിക്കാം, അത്രമാത്രമേ നമുക്ക് പറ്റൂ. ചൈതന്യത്തെ ആർക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം അത് സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് എന്നും ഉള്ളതാണ്. ആ ചൈതന്യത്തെ ജഡമായ വിഗ്രഹത്തിൽ, അല്ലെങ്കിൽ ശിലകളിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള കളം മുതലായ കളമെഴുത്തുണ്ടല്ലോ, ഇങ്ങനെയുള്ള ബാഹ്യമായ ജഡവസ്തുക്കളിൽ ചൈതന്യത്തെ നിറച്ച് അതിനെ ആരാധനായോഗ്യമാക്കി തീർക്കുന്നു ഈ തന്ത്രി. അപ്പോൾ എല്ലാറ്റിലും ഈ പ്രാണപ്രതിഷ്ഠ എന്നുള്ള ഒരു കർമ്മമുണ്ട്. അങ്ങനെയാണ് ഒരു ശിലയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ ഭക്തന്മാർക്ക് ആരാധിക്കാൻ യോഗ്യതയുള്ള ഒന്നായിത്തീരുന്നത്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ബുദ്ധ്യവച്ഛിന്ന ജീവചിതി, ബുദ്ധി കൊണ്ട് പരിമിതം ആയിത്തീർന്നിരിക്കുന്ന ജീവചൈതന്യത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മം പ്രതിബിംബിക്കുന്നു. ജീവൻ്റെ പ്രിയാപ്രിയങ്ങൾ ജീവന് മാത്രമേ ഉള്ളൂ. സർവേശ്വരനുമില്ല. ദ്വൈത തലത്തെ കടന്നു നിൽക്കുന്ന ഈ പരമാത്മാവിനും പ്രിയാപ്രിയങ്ങളില്ല. പ്രിയാപ്രിയങ്ങൾ ജീവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്, അതായത് ഇഷ്ടം അനിഷ്ടം, രാഗം ദ്വേഷം, ചിലത് വേണം വേറെ ചിലത് വേണ്ട, ഇങ്ങനെയുള്ള വികാരങ്ങളുള്ളത് കൊണ്ട് വിഷയരൂപത്തിൽ ജീവൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചം പ്രതിബിംബിക്കുന്നത്. യദ്യത് ഭോഗ്യവസ്തു പുരോഭവതി, ഭോഗ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭോഗ്യങ്ങൾ, ബാഹ്യവസ്തുക്കൾ എന്നർത്ഥം. ആ ഭോഗ്യവസ്തു മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സന്നികർഷമാപദ്യത, ആ ബാഹ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ജഡങ്ങൾ അല്ലെങ്കിൽ ഭോഗവസ്തുക്കൾ അതെന്താണെന്ന് ചോദിച്ചാൽ അത് ജീവൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ഒരു വസ്തുവുണ്ട്, ഇതിനെ കൊണ്ട് എനിക്ക് ഇന്ന പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് ഇന്ന സുഖം ലഭിക്കും, ഇതൊക്കെ ജീവൻ്റെ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയാണ് വസ്തുരൂപത്തിൽ മുമ്പിൽ പ്രകടമാകുന്നത്. ആ വസ്തു ഉണ്ട് എന്ന് ജീവൻ്റെ അജ്ഞത കാരണം ജീവൻ കരുതുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? തദർത്ഥം തദ്ഭോഗാർത്ഥം യുജ്യതേ ഉപപദ്യതേ. മുമ്പിൽ ഒരു വസ്തു ഉണ്ടെന്നും അത് തനിക്ക് സുഖം നൽകും എന്നും വിചാരിക്കുന്നത് കൊണ്ട് ആ വസ്തുവുമായിട്ടുള്ള സാമീപ്യം കാരണമായി ആ ഭോഗത്തെ അനുഭവിക്കാൻ ഒരു ആഗ്രഹം ജീവൻ്റെ ഉള്ളിൽ അങ്കുരിക്കുന്നു. യദി ഭോഗ്യം വസ്തു ബുദ്ധൗ ന പ്രതിബിംബേത ഭോഗയേവ ന യുജ്യേത ഇത്യർത്ഥഃ. ഈ ഭോഗ്യ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ബാഹ്യവസ്തുക്കൾ, ജഡങ്ങൾ പ്രതിഫലിച്ചില്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയിൽ അതിനെ അനുഭവിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയില്ല. ബുദ്ധിയിലാണ് എല്ലാം പ്രതിബിംബിക്കുന്നത്. ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്, അന്ധഃകരണം എന്ന് നമുക്ക് പറയാം. ഈ അന്ധഃകരണം ഇല്ലാത്ത കാഴ്ചകളെ അല്ലെങ്കിൽ ജഡവസ്തുക്കളെ ഉള്ളതുപോലെ കരുതി ഭ്രമിക്കുന്നു.
ആ ബാഹ്യപദാർത്ഥങ്ങൾക്ക് സത്യത്വം അല്ലെങ്കിൽ വാസ്തവികത നൽകുന്നത് കൊണ്ട് അതിൽ ആഗ്രഹം ജനിക്കുന്നു. മനുഷ്യർ എന്തുകൊണ്ടാണ് ബാഹ്യവിഷയങ്ങളിൽ മോഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉള്ളിലുള്ള അജ്ഞത എന്ന് നമ്മൾ ഉത്തരം പറഞ്ഞാലും അജ്ഞത തന്നെയാണ് മൂലകാരണം. പുറമേ അജ്ഞത കാരണം പുറമേ വസ്തുക്കൾ ഉണ്ട്, അവ വാസ്തവമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് വിഷയങ്ങളിൽ ജീവന്മാർ ഭ്രമിച്ചു പോകുന്നത്. അതാണ് ഈ ഭ്രമത്തിന് കാരണം. ആ ഭ്രമം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അജ്ഞാനം എന്നുത്തരം പറയാമെങ്കിലും അജ്ഞാനം നേരിട്ട് ഭ്രമത്തിന് കാരണമാകുന്നില്ല. അജ്ഞാനം കാരണമായി ഇല്ലാത്ത പ്രപഞ്ച വസ്തുക്കളെ സത്യം എന്ന് ജീവന്മാർ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയാണ് ചില വസ്തുക്കളിൽ ഇഷ്ടവും മറ്റ് ചില വസ്തുക്കളിൽ അനിഷ്ടവും ജീവന്മാർക്ക് തോന്നുന്നത്. ഒരാൾക്ക് പ്രിയപ്പെട്ടത് മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരാൾ വെറുക്കുന്നതിനെ മറ്റൊരാൾ ആഗ്രഹിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് വ്യക്തിനിഷ്ഠമാണ്. ഈ ഇഷ്ടം അനിഷ്ടം ഇത് രണ്ടും അത് ഓരോരോ ജീവന്മാരെ ആശ്രയിച്ചിരിക്കും. ഒരു വസ്തുവിൽ വാസ്തവത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഒരാൾക്ക് ഒരു സമയത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന വസ്തു പിന്നീട് അത് അനിഷ്ടത്തെ പ്രദാനം ചെയ്യും. കണ്ട് മോഹിച്ച് പ്രേമവിവാഹം ചെയ്ത ഒരു യുവാവും യുവതിയും കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ജോജി ഞാനുമായി അടിച്ച് പിരിഞ്ച് എന്ന് പറഞ്ഞതുപോലെ തമ്മിൽ ഇഷ്ടപ്പെട്ട കണ്ട് മോഹിച്ച് ഇഷ്ടപ്പെട്ടതാണ് രണ്ടുപേരും. ചേർന്ന് ജീവിച്ച് 3 മാസം തികയുന്നതിന് മുമ്പ് രണ്ടും കൂടെ കുടുംബ കോടതിയിൽ നിൽക്കുകയാണ്. എന്തിന്? ഞങ്ങൾ ഈ ബന്ധം ഒഴിയാൻ ആഗ്രഹിക്കുന്നു. ഇതെന്താണ്? നേരത്തെ നിങ്ങളല്ലേ ഇഷ്ടപ്പെട്ടത്, പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ, ആരും നിർബന്ധിച്ചില്ല. വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും നിങ്ങളെ ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ചില്ല. നിങ്ങൾ സ്വയം എടുത്ത തീരുമാനമാണ്. അപ്പം നേരത്തെ ഇഷ്ടപ്പെട്ടത് ഇപ്പം എന്തുകൊണ്ട് അനിഷ്ടത്തിന് കാരണമായി? അത് അന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ ആൾ ശരിയല്ല എന്ന് മനസ്സിലായത്. അതുപോലെ അവനും മനസ്സിലായി ഇവളാൾ ശരിയല്ല. ഇങ്ങനെ രണ്ടുപേരും ആൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 2 വഴിക്ക് പോകുന്നു. അതുകൊണ്ട് ഇത് മനസ്സിൻ്റെ ഒരു ഭ്രമം മാത്രമാണ്. എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിൽ അല്പം പോലും കഴമ്പില്ല. ഇന്ന് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനെ നാളെ അയാൾ ഇഷ്ടപ്പെടും. ഇന്ന് ഇഷ്ടപ്പെടാത്ത ഒന്നിനെ നാളെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് രാഗദ്വേഷങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട. അത് മനസ്സ് ജനിപ്പിക്കുന്ന വെറും ഒരു വിഭ്രമം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വിഭ്രമങ്ങളിൽ തന്നെ നമ്മൾ കുടുങ്ങാതിരിക്കണം. എനിക്കൊന്നിനെ ഇഷ്ടമാണ്, ഇന്ന് ഒന്ന് വേണമെന്ന് തോന്നും, നാളെ അത് വേണ്ടാന്ന് തോന്നും. ഇന്ന് ഞാൻ ജീവിത ലക്ഷ്യമായി ഒന്നിനെ അംഗീകരിക്കും, 10 വർഷം കഴിയുമ്പോൾ ഇത് തന്നെ എൻ്റെ ജീവിത ലക്ഷ്യമായി അന്നുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ അയാൾക്ക് ഓരോരോ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യം എന്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു? ഭ്രമിച്ച മനസ്സാണ്. ഭ്രമിച്ച മനസ്സ് ലക്ഷ്യങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓരോ സമയത്ത് ഓരോന്ന് വേണമെന്ന് തോന്നും. അതുകൊണ്ട് മനസ്സ് നമ്മെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയണം. എന്നാൽ മാത്രമേ മനസ്സിൻ്റെ പിടിയിൽ അകപ്പെടാതെ നമുക്ക് രക്ഷ നേടാൻ പറ്റൂ. യദ്യത് ഭോഗ്യവസ്തു പുരോഭവതി, ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ ഏതേത് ഭോഗ്യവസ്തുക്കളുണ്ടോ അതുമായി മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയാണ് വിഷയങ്ങളുമായി സമ്പർക്കപ്പെടുന്നത്. അങ്ങനെ സമ്പർക്കപ്പെടുമ്പോൾ തേന വസ്തുന അസൗ തദർത്ഥം തദ്ഭോഗാർത്ഥം യുജ്യത്തെ, ഒന്നിനെ വേണം എന്ന് കരുതുന്നു. ആ വേണമെന്ന് കരുതുന്നത്
മനസ്സിലുണ്ടാകുന്ന വെറും ഒരു ചിന്തയോ ഒരു ആഗ്രഹമോ മാത്രമാണ്. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ആ വ്യക്തിയുടെ പക്കൽ തന്നെ ഉത്തരവില്ല. കല്യാണാലോചനകൾ നമ്മൾ കാണാറുണ്ടല്ലോ, കല്യാണം കഴിച്ചവരാണ് പലരും. ഒരു കുട്ടിയുടെ പടം കണ്ടു, കൊള്ളാമല്ലോ, ഇത് എനിക്കിഷ്ടപ്പെട്ടു. ഈ രൂപത്തിലാണേ മനുഷ്യർ മയങ്ങുന്നത്. രൂപം, ആ കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത, അതിൻ്റെ കുടുംബ പശ്ചാത്തലം, അതൊന്നും ആരും നോക്കുന്നില്ല. ആദ്യം ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടോ? രണ്ടുപേർക്കും മനസ്സിന് ഇഷ്ടപ്പെടണം, എന്നാലേ നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ മനസ്സ് നമ്മളെ എന്നും പറ്റിച്ചിട്ടേ ഉള്ളൂ, ഇനിമേൽ പറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സ് ഒന്നിലും ചെന്ന് പറ്റാതെ നോക്കുക. അത് പറ്റില്ല എന്ന് മാത്രം പറയരുത്. മനസ്സ് ഒന്നിലും ചെന്ന് പറ്റാതെ നോക്കുക. അത് നമ്മെക്കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഉണർവ അല്ലെങ്കിൽ ജാഗ്രത, ശ്രദ്ധ, അതാണ് ജീവന്മാർക്ക് വേണ്ടത്. അസൗ തദർത്ഥം തദ്ഭോഗാർത്ഥം യുജ്യത്തെ ഉപപദ്യത. ഇങ്ങനെ ഒരു വസ്തുവിനെ കണ്ടു, അത് സത്യമാണെന്ന് അജ്ഞത കലർന്ന ബുദ്ധി തീരുമാനിക്കുന്നു. അതിനെ വേണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്ന ആഗ്രഹം ഉള്ളിലുദിക്കുന്നു. യതി ഭോഗ്യം വസ്തു ബുദ്ധൗ ന പ്രതിബിംബേത. ഈ ഭോഗ്യവസ്തു അതെന്തോ ആയിക്കോട്ടെ, അത് ബുദ്ധിയിൽ പ്രതിബിംബിച്ചില്ലായിരുന്നെങ്കിൽ ഭോഗയേവ ന യുജ്യേത ഇത്യർത്ഥ. അതിന് സത്യത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഒന്ന് ഭ്രമമാണ് എന്ന് ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അതിൽ ആശയോ മോഹമോ ഒന്നും ഉണ്ടാവില്ല. അത് വാസ്തവമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് അതിൻ്റെ പുറകെ പോകുന്നത്. കാനൽ ജലം മിഥ്യയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ മരുഭൂമിയിലൂടെ ഈ ഇല്ലാത്ത വെള്ളത്തെ കുടിക്കാനായി ഓടുകയില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയാണ് ഇതിനെല്ലാം കാരണം. മോഹം അജ്ഞത കൊണ്ടാണ് സംഭവിക്കുന്നത്. മോഹം, അജ്ഞത നീങ്ങിയാൽ മോഹമില്ല. അതുകൊണ്ടാണ് ജ്ഞാനിയെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത്, തത്ര കോ മോഹഃ കശോകഃ ഏകത്വമനുപശ്യതഃ. എല്ലാറ്റിനെയും ഒന്നായി കാണുന്ന, അല്ലെങ്കിൽ എല്ലാം ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന് കാണുന്ന ജ്ഞാനിക്ക് എന്ത് മോഹം? മോഹമില്ലെങ്കിൽ പിന്നെ എന്ത് ശോകം? മോഹമാണ് ശോകം അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. മോഹിക്കാത്തവന് മോഹഭംഗമില്ല. മോഹഭംഗമാണ് ദുഃഖമെന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ആഗ്രഹിച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല. നിങ്ങൾ വിചാരിക്കണ്ട, എന്താണോ നടക്കുന്നത് അതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചോളൂ. ഒന്ന് ഇന്ന രീതിയിലാവണം, ഞാൻ വിചാരിച്ചതുപോലെ നടക്കണം, അങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. കാരണം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല ഈ പ്രപഞ്ചത്തിൽ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അന്നന്നു കണ്ടതിനെ വാഴ്ത്തിക്കോളൂ. അങ്ങനെയാണ് മാമുനികൾ ചെയ്തിട്ടുള്ളത്. അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. മാമുനികൾക്ക് ഇന്നതേ സംഭവിക്കാവൂ, ഇന്നത് സംഭവിക്കാൻ പാടില്ല, അങ്ങനെയുള്ള പ്രിയാപ്രിയങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ മുനിമാർക്കില്ല. അവരെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും തുല്യമാണ്. കാരണം ഇതില്ലാത്തതാണ്. ഒരു സിനിമ, അത് കോമഡി ആയാലെന്ത്, ട്രാജഡി ആയാലെന്ത്, സിനിമ തീർന്നു കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ഒന്നായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ? എന്നാലും കാണുമ്പോൾ ഒരു രസം തോന്നുന്നു. അതിൽ സന്തോഷിക്കുന്നവരുണ്ട്, ശോകരംഗങ്ങൾ കണ്ട് കണ്ണീർ പൊഴിക്കുന്നവരുണ്ട്. ഇതെന്തിന്? ഒരു പടത്തെ കണ്ടിട്ട് ആളുകൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. ഇതിൽ പരം വിഡ്ഢിത്തമുണ്ടോ? ചിലർക്ക് ഈ ശോകരംഗങ്ങൾ കണ്ട് കരയുന്നത് വളരെ ഇഷ്ടമാണ്. കരയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ കൂടുതൽ സ്ത്രീകളാണ്. അവർക്ക് കരയുന്നത് ഇഷ്ടമാണ്. പണ്ടൊക്കെ ഒരു കാലത്ത് മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ
ശോകപര്യവസായിയായ അല്ലെങ്കിൽ ദുഃഖപര്യവസായിയായ ചലച്ചിത്രങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത്. മുഴുവൻ ട്രാജഡി. അവസാനം കഥാനായിക മരിച്ചു പോകും, അല്ലെങ്കിൽ കഥാനായകൻ മരിച്ചു പോകും. അവസാനം കരഞ്ഞുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതൊരു ട്രെൻഡ്. അത് കഴിഞ്ഞിട്ട് കോമഡിയുടെ ട്രെൻഡ് വന്നു. അപ്പോഴിറങ്ങുന്ന പടങ്ങൾ മുഴുവൻ തമാശ പടങ്ങളാണ്. ആൾക്കാർക്ക് കരഞ്ഞ് കരഞ്ഞ് മടുത്തു, ഇനി കുറേ ചിരിക്കാം, ചിരിച്ച്. അങ്ങനെയാണ് ആ സമയത്ത് ഈ ബോയിങ് ജഗതിയുടെ കുറേ പടങ്ങൾ ഇറങ്ങി. മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഇഷ്ടം പോലെ പടങ്ങൾ. കാരണം ആ സമയത്ത് ജനങ്ങൾ ഈ കോമഡി രംഗങ്ങളാണ് കൂടുതൽ ആസ്വദിച്ചിരുന്നത്. ഈ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോ. അത് കഴിയുമ്പോൾ വയലൻസ്, സ്റ്റണ്ട്, അടിപിടി, അക്രമം, കൊള്ള, കൊള്ളിവയ്പ്, കൊലപാതകം. അത് കഴിഞ്ഞപ്പോഴുണ്ട് ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, CBI ഡയറി കുറിപ്പ്, കരിയിലെ കാറ്റ് പോലെ, അങ്ങനെയുള്ള കുറേ പടങ്ങൾ. CBI പിന്നെ എന്തോന്ന് CBI 5 അവസാനത്തെന്ന് ദ ബ്രെയിൻ, അതല്ലേ അവസാനം ഇറങ്ങിയത്. അതിനുശേഷം ഒന്നും ഇറങ്ങിയിട്ടില്ല. ഈ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും വൈവിധ്യങ്ങളെ മാത്രമേ ആഗ്രഹിക്കൂ. അതെന്ന് പറഞ്ഞാൽ പലതിൽ രസിക്കുന്ന ഒരു സ്വഭാവം ഈ ജീവന്മാർക്കുണ്ട്. പലതിൽ രസിക്കുക. ഒന്നിൽ രസിക്കുന്നവർ ജ്ഞാനികളാണ്. ഒരേ കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആനന്ദിക്കുന്ന സ്വഭാവം ജ്ഞാനികൾക്ക് മാത്രമേ ഉള്ളൂ. അജ്ഞാനികൾ പലത് കാണണം, വെറൈറ്റി, വൈവിധ്യം. എന്നും ഒരേ ആഹാരം തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കാത്തത്? 3 നേരം ഇഡ്ഡലി അല്ലെങ്കിൽ 3 നേരം ഉപ്പുമാവ്. ഓരോ ദിവസം ഓരോന്ന് വേണം. ഇന്നലെ ഉണ്ടാക്കിയതല്ലേ, ഇന്ന് ഇഡ്ഡലിയാ. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ ടേസ്റ്റ്. ഭാഗ്യം ഒരേ ഭർത്താവിനോട് കൂടി അല്ലെങ്കിൽ ഒരേ ഭാര്യയോട് കൂടി ജീവിക്കുന്നു എന്നുള്ളത്. അത് ചിലപ്പോൾ ഗതികേട് കൊണ്ടായിരിക്കാം. എന്താണ് കാരണം എന്നുള്ളത് അറിയില്ല. അവിടെ മാത്രം നമ്മൾ ഈ ഓരോ ദിവസവും ഭാര്യയോ ഭർത്താവിനെയോ മാറ്റുന്ന ഒരു ട്രെൻഡ് ഇതുവരെ വലുതായിട്ട് കാണപ്പെടുന്നില്ല. ഇല്ല, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരില്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ ഭൂരിഭാഗവും ഇപ്പോഴും ഒരുവിധം അച്ചടക്കത്തോടു കൂടിയും സദാചാര ബോധത്തോടു കൂടിയും ഒക്കെയാണ് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ വ്യവസ്ഥ ഒരു പരിധിവരെ സുസ്ഥിരമാണ് എന്ന് പറയാം. അപ്പം മനസ്സ് പലതിൽ രമിക്കുന്നതാണ്. കറികൾ പലത് വേണം, അച്ചാറ് പലത് വേണം, 3 കൂട്ടം പായസം വേണം. എന്തിനാ എന്നാലേ ഒരു രസമുള്ളൂ. അതാണ് പറഞ്ഞത്, ദ്വൈതത്തിൽ രമിക്കുന്ന മനസ്സ് ജീവന്മാരുടേതാണ്. അദ്വൈതത്തിൽ രമിക്കുന്നത് ജ്ഞാനികൾ മാത്രമാണ്. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം ഈ ഭോഗ്യവസ്തുക്കൾ ബുദ്ധിയിൽ പ്രതിഫലിച്ചാലേ അവയെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഭോഗത്തിൽ തന്നെ മനുഷ്യർക്ക് താത്പര്യം ജനിക്കുകയില്ല. ഇത്യനാനൈവ നാനേദം നാനാനാനാച വസ്തുതഃ നച നാനാ നചാനാനാ നാനാനാനാത്മകം തതഃ. നാനാ സിനിമാവാരിയെ കുറിച്ച് വല്ലതും പറയണം. ഇനി കുറേ ഇങ്ങനെ നാനാന്ന് പലത്, നാനാത്വം. എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? നച നാനാ, ഈ ലോകത്ത് പലതില്ല. നേഹ നാനാസ്തി കിഞ്ചന എന്ന് ഉപനിഷത്ത് പറയുന്നത് പോലെ പലതില്ല. അടുത്ത വാക്കിന് പറയുന്നത് കേട്ടോളൂ, നച അനാന. നാനാത്വത്തിന് വിപരീത പദം ഏകത്വമാണ്. നാനാത്വമില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്കിന് പറയുന്നത് ഏകത്വവുമില്ല. അതെന്തുകൊണ്ട്? ഏതെങ്കിലും ഒന്നല്ലേ പറ്റൂ. ഒന്നുകിൽ നാനാത്വം, വൈവിധ്യം, അല്ലെങ്കിൽ ഏകത്വം. നാനാത്വമില്ല എന്ന് പറഞ്ഞിട്ട് ഏകത്വവുമില്ല എന്ന് പറയുന്നു. നാനാത്മകം അല്ല,
നാനാനാനാച വസ്തുതഃ, വാസ്തവത്തിൽ ഒന്നുമില്ല പലതുമില്ല. ഒന്ന് പലത്, ഈ രണ്ട് ആശയങ്ങളെയും അതിക്രമിച്ച് നിൽക്കുന്നതാണ് ബ്രഹ്മം. കാരണം അത് മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയുടെ പരിധിയിൽ പെടുന്ന ഒന്നല്ല. ബുദ്ധിയാണ് ഒന്നിനെ ഒന്നെന്നോ പലതെന്നോ തീരുമാനിക്കുന്നത്. ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒന്നിനെ ഒന്നെന്നോ പലതെന്നോ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? തീരുമാനിക്കേണ്ടത് ബുദ്ധിയാണല്ലോ. അപ്പോൾ ബുദ്ധ്യതീതമായി ബുദ്ധിക്കും അപ്പുറത്ത് നിൽക്കുന്ന പരമാത്മ തത്വത്തെ അത് ഒന്നെന്നോ പലതെന്നോ പോലും തീരുമാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ പലതില്ല, ഒന്നേ ഉള്ളൂ അദ്വൈതം എന്നുള്ള സ്ഥിതി, അതും വാസ്തവമല്ല. പിന്നെ എന്താ? ഒന്ന് പലതെന്ന പോലെ കാണപ്പെടുന്നു. സത്യം പലതില്ല, ഒന്നിൽ കൂടുതൽ സത്യങ്ങളില്ല. പക്ഷേ ആ ഒന്ന് എന്നും തന്നെ നാനാത്വമായി പലതായി മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് ആ ഒന്നായിരിക്കുന്ന സത്യത്തിൻ്റെ ഒരു സ്വഭാവമാണ്. മായാശക്തിയിലൂടെ തന്നെ പലതെന്ന പോലെ ആക്കി തീർക്കുക. അത് ഈ ആത്മാവ് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണോ? അല്ല. ബ്രഹ്മത്തിൽ നിന്ന് ഈ മായാശക്തി തനിയെ പൊന്തുന്നു. അപ്പോഴാണ് പ്രപഞ്ചം എന്ന കാഴ്ച കാണപ്പെടുന്നത്. അതിനെ അജ്ഞാനികളായ ജീവന്മാർ സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നു. നാനാത്വം കണ്ടോട്ടെ, അത് മായയുടെ ഏർപ്പാട്. നമ്മുടെ ഉള്ളിലെ അജ്ഞതയാണ് ആ നാനാത്വത്തെ സത്യമെന്ന് കരുതുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേയുള്ള നാനാത്വത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതയെ മാത്രമേ നമുക്ക് നശിപ്പിക്കാൻ കഴിയൂ. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത നഷ്ടമായാൽ പുറമേ നാനാത്വം കണ്ടാലും കാണപ്പെട്ടാലും അതുകൊണ്ട് നമുക്ക് മോഹം ഉണ്ടാവില്ല. മോഹമില്ലെങ്കിൽ ദുഃഖമില്ല, ദുഃഖമില്ലെങ്കിൽ സുഖം മാത്രമേ ബാക്കിയുണ്ടാവൂ. അതുകൊണ്ട് അവനവനെ രക്ഷിക്കാൻ ഒരൊറ്റ മാർഗം അവനവൻ്റെ ഉള്ളിലുള്ള അജ്ഞതയെ നശിപ്പിക്കുക എന്നത് മാത്രമാണ്. നചനാന നചാനാന, ഇവിടെ വാസ്തവത്തിൽ ഒന്നുമില്ല പലതുമില്ല, പലതെന്ന പോലെ കാണപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കുക. ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആ ഒന്ന് തന്നെ പലതെന്ന പോലെയാണ് പ്രകടമാക്കുന്നത്. പലതിനെ അനുഭവിക്കുന്ന ജീവന്മാരാണ് ഈ ലോകം മുഴുവൻ. അതുകൊണ്ട് അത് പലതെന്ന പോലെ കാണപ്പെടുന്നു. അതുകൊണ്ട് അത് ഒന്നല്ല. പക്ഷേ ബ്രഹ്മം എന്നുള്ളത് ഒന്നായിരിക്കുന്ന സത്യമായതുകൊണ്ട് മായയിലൂടെ മാത്രമേ അത് പലതായി കാണപ്പെടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഒന്ന് തന്നെയാണ്. ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി. സത്ത്, വാസ്തവം, ഉണ്മ, അത് ഒന്ന് മാത്രമാണ്. പക്ഷേ അതിനെ തത്വദർശികൾ പല പ്രകാരത്തിലും വ്യാഖ്യാനിക്കുന്നു, പല രീതിയിൽ അതിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നർത്ഥം. തർഹി ഏകസ്യ നാനാ അനാനാത്മകത്വം വിരുദ്ധം മായയാപി കഥം സ്യാത് തന്ന യുക്തിർവാച്യേതി ചേത് തത്രാഹ. ഇപ്പോൾ ഒന്ന് പലതെന്ന പോലെ കാണപ്പെടുന്നു. ഒന്ന് എന്നുള്ളതിൻ്റെ നേരെ വിരുദ്ധമാണ് പലത് എന്നുള്ളത്. ഒന്ന് വാസ്തവത്തിൽ പലതാകാൻ പറ്റില്ല. പക്ഷേ പലതെന്ന പോലെ കാണപ്പെടുന്നു. ആ വിരുദ്ധഭാവം എങ്ങനെ ഈ ഒന്നിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മായ കാരണമായി എന്നാണ് വേദാന്തശാസ്ത്രം പറയുന്നത്. പക്ഷേ ആ മായയിലൂടെയാണെങ്കിലും എങ്ങനെ ഒന്ന് വാസ്തവത്തിൽ പലതായിത്തീരുന്നു എന്നുള്ളതിന് യുക്തിയില്ല. നമ്മൾ യുക്തിയാണ് അന്വേഷിക്കുന്നത്. ഒന്നേ ഉള്ളൂ, മായയാണ് അതിനെ പലതെന്ന പോലെ ആക്കി തീർക്കുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിക്കുന്നു? മായ എന്തുകൊണ്ട് ഈ ഒന്നിനെ പലതെന്ന പോലെ ആക്കി തീർക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമില്ല. മായയെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്.
കാരണം അതില്ലാത്തതാണ്. ഇല്ലാത്തതിൻ്റെ യുക്തിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. മായയെ മായയായി മനസ്സിലാക്കൂ, സത്യത്തെ സത്യമായി തിരിച്ചറിയൂ, പിന്നെ ചോദ്യങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ഈ മായയെക്കുറിച്ച് യുക്തിയുക്തമായി അതിനെ ആർക്കും വിവരിക്കാൻ സാധ്യമല്ല. യദി നാനാത്വമാത്ര നിഷേധഃ സ്യാത് തഥാ നിയതൈക രൂപമേവ സ്യാത്. നാനാത്വം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിലാണ്. ആത്മതലത്തിൽ ഏകത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനോബുദ്ധീന്ദ്രിയങ്ങളെ അതിക്രമിക്കുക. എങ്ങനെ അതിക്രമിക്കും? സങ്കല്പങ്ങളെ നിരോധിക്കുന്നത് വഴി. ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളെ അടച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയാനുഭവമില്ല. പക്ഷേ ഉള്ളിൽ ഈ മനസ്സ് വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കും. അത് ഉള്ളിൽ പല ദൃശ്യങ്ങളെയും ഉണ്ടാക്കി കാണിക്കും. ആ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഇതാണ് ചോദ്യം. കണ്ണടച്ചു പിടിച്ചാൽ ബാഹ്യരൂപങ്ങളൊന്നും കാണപ്പെടില്ല. രണ്ട് ചെവിയിലും രണ്ട് നാസാദ്വാരങ്ങളിലും പഞ്ഞി കയറ്റി വെച്ച് കഴിഞ്ഞാൽ മണവും ശബ്ദവും കേൾക്കില്ല. വായടച്ചു പിടിച്ചാൽ, അല്ലെങ്കിൽ വാക്കകത്ത് രുചി അറിയാൻ പറ്റുന്ന സാധനങ്ങളൊന്നും നിക്ഷേപിച്ചില്ലെങ്കിൽ രുചിയും അറിയപ്പെടില്ല. ത്വക്കിൻ്റെ സ്പർശം അത് മറ്റൊന്നുമായിട്ട് ചേരുമ്പോഴാണ് സ്പർശം നമ്മൾ അറിയുന്നത്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ നമുക്ക് അല്പം പരിശ്രമം കൊണ്ട് നിരോധിക്കാൻ പറ്റും. പക്ഷെ ഉള്ളിലുള്ള ഈ മനസ്സിനെ എന്ത് ചെയ്യും? അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തകളാകുന്ന ഉത്പന്നങ്ങളെ സദാ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിന്തകളാണ്. ഇൻപുട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻപുട്ടില്ല. ഒരു യന്ത്രത്തിൽ ഈ മില്ലുകളുണ്ടല്ലോ, അരി ഗോതമ്പ് മുതലായവയൊക്കെ പൊടിക്കുന്ന മില്ലുകൾ, അതിൽ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പൊടിയാക്കി തരും, അത്രയേ ഉള്ളൂ. ഈ മനസ്സ് എന്ന് പറയുന്ന യന്ത്രം ചിന്തകളെ ഇങ്ങനെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും അസംസ്കൃത വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു കാരണവുമില്ലാതെ മനസ്സിൽ പൊന്തുന്നവയാണ് ചിന്തകൾ. അതുകൊണ്ടാണ് ആ ചിന്തകളെ ഭ്രമമെന്ന് പറയുന്നത്. ആ ചിന്തകളിലൂടെ അനുഭവപ്പെടുന്ന ജഗത്തിനെയും മിഥ്യ എന്ന് തീരുമാനിക്കാൻ കാരണം ഇതാണ്. യുക്തിരഹിതമായ കാഴ്ച. എന്തിന്, എങ്ങനെ, എവിടെ നിന്ന്, ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. പക്ഷേ ഗംഭീരമായ അനുഭവം. സ്വപ്നം പോലെ. സ്വപ്നത്തെ മനസ്സെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? എന്തിന് സൃഷ്ടിക്കുന്നു? നമ്മൾ ചോദിച്ചോ നമ്മുടെ മനസ്സിൻ്റെ അടുത്ത്, എനിക്ക് സ്വപ്നം കാണണം? അങ്ങനെ ഒരാവശ്യവും നമ്മൾ ഉന്നയിക്കാതെ തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ മനസ്സ് എന്തിനെയൊക്കെയോ ഉണ്ടാക്കി കാണിക്കുന്നു. എൻ്റെ മനസ്സ് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ മനസ്സ് സ്വപ്നത്തിലൂടെ കാണിച്ചു തരുന്നത്. ഭീതി ജനിപ്പിക്കുന്ന സ്വപ്നങ്ങൾ, ഭയാനക സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ. എന്തിന്? അതാണ്. ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ മനസ്സ്. അത് എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കും. അതിനെയാണ് നമ്മൾ സ്വപ്നം എന്ന പേര് പറഞ്ഞ് വിളിക്കുന്നത്. പക്ഷേ ഉണർന്നെഴുന്നേറ്റാൽ ഒരു പ്രശ്നവുമില്ല. ഉണർന്നെഴുന്നേൽക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് സ്വപ്നം പ്രശ്നക്കാരനായി മാറുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ച സ്വപ്നത്തിൽ നിന്ന് ഉണരാനുള്ള വഴി നോക്കും. എങ്ങനെ ഉണരും? ഇത് മിഥ്യയാണെന്ന് തീരുമാനിക്കുക വഴി. ഇതിൻ്റെ അധിഷ്ഠാനമായ ബോധസത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലൂടെ ഇതിൻ്റെ മിഥ്യാത്വം വ്യക്തമായി മനസ്സിലാകും. ഇതിൻ്റെ പൊള്ളത്തരം പിടികിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി അവസാനിക്കും. യദി നാനാത്വമാത്ര നിഷേധഃ സ്യാത്. നാനാത്വത്തെ നിഷേധിച്ചാൽ എന്ന് പറഞ്ഞാൽ നാനാത്വം സത്യമല്ല എന്ന് ചിന്തിച്ച് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ബ്രഹ്മമാണ്. അത് അനുഭവപ്പെട്ടു തുടങ്ങും. പക്ഷെ നമുക്ക് ഈ നാനാത്വത്തെ ഭ്രമമാണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ഒരു വാസനയായിപ്പോയി. സൂര്യനും ചന്ദ്രനും
പക്ഷി മൃഗാദികളും ഒക്കെ ഉള്ള ഈ ലോകം ഇത് വാസ്തവമാണ്, പുറമേ ഒരു ലോകമുണ്ട് എന്ന് ധരിച്ച് വശായിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇല്ല ഇല്ല എന്ന് വേദാന്ത ശാസ്ത്രം എത്ര പ്രാവശ്യം പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സ് അതിനെ ഉൾക്കൊള്ളുന്നില്ല. ഇതിനെയാണ് മോഹമെന്ന് പറയുന്നത്. ഒരു കാര്യം ശരിയാണ് എന്ന് ഒരു പരിധിവരെ ബോധ്യപ്പെട്ടാലും അതിനെ വിട്ട് മനസ്സ് അകലുന്നില്ല, അതിനെ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ദുശ്ശീലങ്ങൾക്ക് മനുഷ്യർ അടിമകളാകുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലിക്കുന്നവർക്കും മദ്യപാനികൾക്കും ഈ വിഷയം അറിവുള്ളതല്ലേ? അറിയാം. പക്ഷേ അതിൽ നിന്ന് അകൽച്ച പാലിക്കാൻ പറ്റുന്നില്ല. ഈ ദുശ്ശീലങ്ങൾക്ക് മനുഷ്യർ അടിമകളായി പോകുന്നു. ഈ അടിമത്ത മനോഭാവം പ്രപഞ്ചത്തെ സത്യം എന്ന് കരുതാൻ പ്രേരിപ്പിക്കുന്ന അജ്ഞത ഉള്ളിലുള്ളത് കൊണ്ടാണ്. അജ്ഞാനികൾ മാത്രമാണ് അടിമകളായി കഴിയുന്നത്. ജ്ഞാനികൾ ഒന്നിൻ്റെയും അടിമകളല്ല. ജ്ഞാനികൾ പ്രപഞ്ചത്തിൻ്റെ നാഥന്മാരാണ്. പല ജ്ഞാനികളുണ്ടെങ്കിലും അവരെല്ലാവരും സാക്ഷാത്കരിച്ചത് ഒരേ സത്യത്തെ ആയതുകൊണ്ട് അവരുടെ ദൃഷ്ടിയിൽ നാനാത്വം അശേഷമില്ല. പലതിനെ കണ്ടാലും അവരുടെ ഉള്ളിലുള്ള ബുദ്ധി ഇതെല്ലാം മിഥ്യയാണ്, കാണപ്പെടാത്ത ഒന്ന് കാണുന്നവയിൽ മറഞ്ഞു നിൽക്കുന്നു എന്ന് അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിഞ്ഞിരിക്കുന്നു. കാണപ്പെടുന്നതിനെ ത്യജിച്ചിട്ട് കാണപ്പെടാത്ത ഒന്നിനെ എന്തിനംഗീകരിക്കണം എന്നായിരിക്കും പലരുടെയും സംശയം. ഈ ചോദ്യം ശിഖിധ്വജൻ തൻ്റെ പത്നിയായ ചൂടാലയോട് ചോദിച്ച ചോദ്യമാണ്. പ്രിയേ, നീ എല്ലാം ബ്രഹ്മമാണ് എന്ന് കാണണം എന്ന് എന്നോട് പറയുന്നു. ഞാൻ കാണുന്നത് കുറേ വസ്തുക്കളെയാണ്. ആ വസ്തുക്കളിൽ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. പല ആകൃതിയിലും പല വർണ്ണത്തിലും ഉള്ളവയാണ് ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾ. ഇന്ദ്രിയങ്ങളും മനസ്സും അവയെ സത്യമെന്ന പോലെ കാണിച്ചു തരുന്നു. ഇതിനെ വിട്ടിട്ട് കാണപ്പെടാത്ത അരൂപമായ ഒരു സത്യത്തെ ഈ ദൃശ്യ പദാർത്ഥങ്ങളിൽ കാണണം എന്ന് നീ എന്തിനു പറയുന്നു? ബ്രഹ്മത്തെ ആരും കാണുന്നില്ലല്ലോ, അത് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ല, അതിനെ പിന്തുടരണം എന്ന് പറയുന്നതിൽ എന്തർത്ഥം? വ്യക്തമായി കണ്ണെതിരെ കാണപ്പെടുന്നുണ്ടല്ലോ ഈ വസ്തുക്കൾ. അതിനെ മിഥ്യ എന്ന് എന്തിനു തീരുമാനിക്കണം? ഇതാണ് ചൂടാലയോട് ശിഖിധ്വജൻ ചോദിച്ചത്. പ്രത്യക്ഷമായ ഒന്നിനെ തള്ളിക്കളഞ്ഞിട്ട് പരോക്ഷമായ ഒന്നിൻ്റെ പുറകെ എന്തിനു പോകണം? എന്തിനു പോകണമെന്ന് ചോദിച്ചാൽ പരോക്ഷമാണ് സത്യം, പ്രത്യക്ഷം മിഥ്യയാണ്. അതുകൊണ്ട് മിഥ്യയുടെ പുറകെ പോകരുത്. മനുഷ്യർ എപ്പോഴും സത്യത്തെ വേണം പിന്തുടരാൻ. സത്യത്തെ അനുധാവനം ചെയ്യണം മനുഷ്യ മനസ്സ്. കാണപ്പെടുന്നത് മായയുടെ ഉത്പന്നങ്ങളാണ്. അതുകൊണ്ട് അവയെ ഉപേക്ഷിച്ച് കാണപ്പെടാതെ ഇരിക്കുന്ന നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാമരൂപരഹിതമായ സത്തയെ ബുദ്ധി കൊണ്ട് പിന്തുടരണം. അല്ല, അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങളുടെ ബുദ്ധിക്ക് മുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ബുദ്ധിയില്ല, ചിന്താശേഷിയില്ല, വിവേകമില്ല. ബുദ്ധിക്ക് മുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ ഈ തത്വവിചാരത്തെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അത് പ്രയാസമായത് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിക്ക് മുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര പാകത വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ പാകത കാലക്രമത്തിലെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പലതിനെ ബുദ്ധി കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധി ഏകമായ സത്യത്തെ അനായാസം കണ്ടെത്തും. അനാനാത്വധർമ്മസ്യാപി നിഷേധാത് നാനാത്വേനാപി തത് സംഭാവയിതും ശക്യം ഇത്യവിരോധേ യുക്തിരിത്യർത്ഥഃ. ഏകമായതിന് രൂപമില്ല, അതിന് പേരുമില്ല. ബ്രഹ്മം, ആത്മാവ്, ചൈതന്യം, ചിത്ത്, അതൊക്കെ
മനുഷ്യർ നൽകിയ പേരുകളാണ്. അതിന് വാസ്തവത്തിൽ ഊരും പേരും ഒന്നുമില്ല. പക്ഷേ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നതാണ്. സകല പ്രപഞ്ച പദാർത്ഥങ്ങളുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ നമ്മൾ വസ്തുക്കളെയും വ്യക്തികളെയും മാത്രമേ കാണുന്നുള്ളൂ. ആ നാനാത്വം എന്ന് പറഞ്ഞാൽ ഏകം, അദ്വൈതം, രണ്ടില്ലാത്തത്. അതാണ് വാസ്തവത്തിൽ ബ്രഹ്മസ്വഭാവമെങ്കിലും നാനാത്വേനാവി നിഷേധാത് അനാനാത്വധർമ്മസ്യാപി നിഷേധാത് നാനാത്വേനാവി തത് സംഭാവയിതും ശക്യം. അനാനാത്വധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ, അനാനാത്വധർമ്മം എന്ന് പറഞ്ഞാൽ പലതല്ലാത്ത നില, ഒന്നായിരിക്കുന്ന സ്ഥിതി. അതാണ് ബ്രഹ്മസ്വഭാവമെങ്കിലും അത് മായയിലൂടെ പലതെന്ന പോലെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ്. സർവശക്തമാണത്. ക്ഷണനേരം കൊണ്ട് പലതായി മാറാൻ കഴിവുള്ളത്. വാസ്തവത്തിൽ മാറുന്നില്ല, മായാശക്തിയിലൂടെ മാറുന്നതുപോലെ തോന്നുന്നു. അങ്ങനെ ഒരു തോന്നൽ ഉളവാക്കാൻ ശക്തിയുണ്ട് ഈ മായയ്ക്ക്. ആ മായ എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയാണ്. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. വാസ്തവത്തിൽ അങ്ങനെ ഒരു ശക്തിയും ഇല്ല ബ്രഹ്മത്തിൽ. പുറമേ അങ്ങനെ ഒരു ശക്തിയുണ്ട്, ബ്രഹ്മത്തിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതാണ് നാനാത്വത്തെ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തൽക്കാലം ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ലല്ലോ. അഹങ്കാരിയായ ജീവൻ ഇത് നിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, മായാശക്തി. അതാണ് നാനാത്വ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേമന്മാരാണ്, ബ്രഹ്മത്തിലാണ് കുഴപ്പം, ബ്രഹ്മശക്തിയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ മണ്ടന്മാരാണ്. നമ്മളെ മണ്ടാന്ന് വിളിച്ചാൽ നമുക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഈ മായാവാദത്തെ മനുഷ്യരുടെ മുന്നിൽ വേദാന്തം അവതരിപ്പിക്കുന്നു.